നമസ്കാരം. നല്ലയിടത്ത് അടുക്കളയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർക്കിടക മാസമാണ്. അപ്പം നമ്മൾ എല്ലാ പ്രാവശ്യവും പത്തലുകൊണ്ട് കറി വെക്കാറുണ്ട്, പത്തലുകൊണ്ട് തോരൻ വെക്കാറുണ്ട്, അങ്ങനെ പല സാധനങ്ങളും ഉണ്ടാക്കാറുണ്ട്. ഇപ്രാവശ്യത്തെ സ്പെഷ്യൽ എന്താ അറിയോ? പത്തലുകൊണ്ട് ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇലക്കറി കഴിക്കാത്തവർക്ക്, ഇഷ്ടമല്ലാത്തവർക്ക് ചമ്മന്തി മിക്കവാറും എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇങ്ങനൊരു ചമ്മന്തി അരച്ച് നോക്കി നോക്കാം. അങ്ങനെ ഇല തപ്പി ഇറങ്ങിയതാണ്. ആകെ ഒരു സാധനം കിട്ടിയിട്ടുള്ളൂ. ഇത് നമ്മുടെ ആനത്തൂവ എന്ന് പറയുന്ന സാധനം. ഇതുകൊണ്ട് പണ്ട് ഞാൻ തോരൻ വെച്ചിട്ടുണ്ട്. അത് ചാനലിൽ കിടക്കുന്നുണ്ട് കേട്ടോ, കാണാൻ മറക്കണ്ട. തോരനല്ല, താളിച്ചത്. ആനത്തൂവ താളിച്ചത്. അത് കണ്ടോളൂ കേട്ടോ. ഇത് ഒരു തരം ചീരയാണ് കേട്ടോ. നല്ല ഔഷധ ഗുണമുള്ള സാധനമാണ്. ഉപ്പേരി വെച്ചാൽ നല്ല ടേസ്റ്റാണിത്. ഞങ്ങൾ വെക്കാറുണ്ട് ഉപ്പേരി. ഇത് താളാണ് കേട്ടോ. നമ്മുടെ ചീനിമുളകിൻ്റെ ഇലയാണേ. അത് വളരെ നല്ലതാണ്. ചീനിമുളകും വളരെ നല്ലതാണ്, കൊളസ്ട്രോളിനൊക്കെ നല്ലതാണ്. അതിൻ്റെ ഇലയും നല്ലതാണ് കേട്ടോ. ഇല കൊണ്ട് ഉപ്പേരി വെക്കാം, ചീനിമുളകിൻ്റെ ഇല കൊണ്ട്. ഇത് തിരഞ്ഞിട്ടാണ് നടന്നിരുന്നത് കേട്ടോ, തകര. ഇത് മഴക്കാലത്ത് മാത്രം ഉണ്ടാവുന്ന സാധനമാണ് തകര. തകര കൊണ്ട് തകര താളിച്ച് വെക്കാം, തോരൻ വെക്കാം, ഒക്കെ നല്ലതാണ് കേട്ടോ. ഇത് മാത്രമായിട്ട് വെക്കാം. ഇത് പയറിൻ്റെ ഇലയാണ് കേട്ടോ. അഹമ്മദിയാണ് കാണിക്കണത്. ഇവിടെ എന്തായാലും 2-3 ഒപ്പം നിൽക്കുന്നുണ്ട്. മാഷ് വിചാരിക്കും മാഷ് നട്ടതാണ് പയറേ, ഇപ്പോൾ തവള കടിച്ചാന്ന് വിചാരിച്ചോട്ടെ. ചേനയുടെ ഒരു തൂമ്പല പൊട്ടിക്കുന്നുണ്ട്. സരസുഞ്ഞിതൊന്ന് എന്തൊക്കെ ഒഴിവാക്കാൻ എനിക്കറിയില്ല. കൈപ്പട ഇലയാണ് കേട്ടോ. കുഞ്ഞ് 2 ഇല പൊട്ടിച്ചിട്ടെ. എന്തായാലും ബാക്കിയുള്ള ഇല ഇടാച്ച ഇതൂടാലോ. കുമ്പളത്തിൻ്റെ ഇലയാണ്, പക്ഷേ ഇത് നല്ല മൂത്ത് മച്ച ഇല. തളിയുടെ ഇല കിട്ടണമെങ്കിൽ മുകളിലേക്ക് പോകണം. അത് കിട്ടാൻ ഒരു വഴിയില്ല. ഈ ഇലകൾ നോക്കൂ. ഇത് കുമ്പളനകത്തേ കിട്ടിയുള്ളൂ. നോക്കി ഇതിട്ടൂടെ താളിടാം. അല്ല, കഴിച്ചേ. ഇപ്പോൾ 1, 2, 3 കൈപ്പടയിൽ ഇട്ടൂടെ. ഇത് കോവയ്ക്ക 4. കൊടുത്തുവ കൊടുത്തുവല്ല കേട്ടോ, ആനത്തുവ. വേറെ 5. ചേന 6. അത്ര മതി. ചോറിഞ്ഞാലോ. ഇനി ഇതൊക്കെ ഇതാണ് കേട്ടോ. ചീര. എന്താ ചീര എന്ന് പറയാ? അതെ, രക്തം ഉണ്ടാവുന്ന ചീര. നല്ല ടേസ്റ്റ് ആട്ടോ ഉപ്പേരി വെച്ചാ. ഇത് അപ്പം എത്ര 7 ആയി. ഇത് നമ്മുടെ ചീനിമുളക് 8. പിന്നെ തകര സമൂലം ഇവിടെ പറിച്ചു 9 ആയി. 8 9. ഓക്കെ, അപ്പം 10-ലധികമായി. ഈ താള് അല്ല, ആ താള് ഇത് ചേമ്പല്ലേ, 10. ഇനി എന്താ പറയുക, ഇതും കൂടെ. ഇത് ഞാൻ വഴുതനയുടെ അല്ലേ പൊട്ടിച്ചത്. വേണ്ട, ഞാൻ തഴുതാമ ഇതിൽ മസ്റ്റായിട്ട് വേണ്ട സാധനമാണ്. ഡ്രസ്സ് കൊണ്ടുവന്ന് തരാമെന്ന് പറയുന്നത്. നോക്കി നോക്കാം. ഇനി നല്ലോണം കഴുകണം കേട്ടോ. ഇലകളൊക്കെ നല്ലോണം കഴുകണം. പിന്നെ ഇതിൻ്റെ ഞരമ്പൊക്കെ കളയുകയാണ്. ഈ മത്തൻ്റെ ഇലയും കുമ്പളൻ്റെ ഇലയൊക്കെ താളിക്കുമ്പോൾ ഈ കട്ടിയുള്ള ഞരമ്പ് കളയാറുണ്ട്. ഈ താളിൻ്റേത്. ഇതൊക്കെ ഇലയാണ് ഇടുന്നത്. ഇത് പൊട്ടിക്കൽ വേരോടക്കനെ പൊട്ടിച്ചു വെച്ചാലും തകര സമൂലം എടുക്കണില്ല. മുരിങ്ങയില 10 ഇലയിൽ പെടില്ല. കർക്കിടക മാസത്തിൽ കൂട്ടാൻ പാടില്ല എന്ന് പറയും. അത് വേറൊന്നുമല്ല, ആ സമയത്ത് അതിനെന്തോ ഒരു വിഷാംശം വരുന്നത്ര. പിന്നെ നിറയെ പുഴുക്കൾ മുരിങ്ങയിലയിൽ ഈ സമയത്ത് ഉണ്ടാവും. നമ്മൾ ചോദിച്ചിട്ടാണ് ഇലകളൊക്കെ പൊട്ടിക്കാൻ പാടുള്ളൂ കേട്ടോ. ഞാൻ എല്ലാ കൊല്ലവും ചെയ്യണതാണെങ്കിൽ എനിക്ക് പേടിയാണ്. സരസുവിനോട് ഒന്നും കൂടി ചോദിക്കാം. തവിഴാമ വരുന്നുണ്ട്. തഴുതാമ, നമ്മൾ തവിഴാമ പറയും കേട്ടോ. ഇതൊന്ന് വാട്ടണം.
തുള്ളി വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഇതിങ്ങനെ വെള്ളം ഇതിലേക്ക് ഞാൻ ഒരു ഇത്തിരി പരിപ്പ് എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ തോരപ്പരിപ്പ് കേട്ടോ, സാമ്പാർ പരിപ്പ്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ കടലപ്പരിപ്പ് അതിലും ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത്ര എണ്ണ വേണ്ട, കുറച്ച് കുറയ്ക്കാം. ഇതിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ പരിപ്പുണ്ട്. ഇതാ ഞാൻ ഉള്ളി ഇടുകയാണ്. ചെറിയ ഉള്ളിയാണ് എടുത്തത്. 15 അല്ലി എടുത്തിട്ടുണ്ട് കേട്ടോ. ഉള്ളി വേണ്ടാത്തവർക്ക് അത് ഒഴിവാക്കാം കേട്ടോ. ഉള്ളി ഒന്ന് വാടിയാൽ മതി, വല്ലാണ്ട് നിൽക്കണ്ട. ഉള്ളിയായി. ഇനി അതിലേക്ക് ഞാൻ ഈ പുളിയും ഇട്ടു. പിന്നെ നമ്മുടെ ഇലകൾ ഇട്ടു. അതിൻ്റെ ഒപ്പം തന്നെ ഒരു മുറി തേങ്ങ. ഇലയാണ്, വേഗം വേവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. ഈ കൂട്ടിൽ നിന്ന് നല്ല വാസന വരുന്നുണ്ട് കേട്ടോ. അല്ലേ സച്ചു? വാസന വരുന്നില്ലേ? നുണ പറയരുത്. മണം വരുന്നുണ്ടോന്നൊക്കെ സച്ചു പറയണ്ടേ, വരുന്നുണ്ടോന്നാവും. ഉപ്പിട്ടു. നമ്മൾ അരയ്ക്കുക. തന്നെ ഉള്ളൂ പണി, വേറെ ഒന്നുമില്ല. പാകത്തിന് ഉപ്പിട്ടിട്ട് അരയ്ക്കുക. ചൂടാറിയിട്ട് അരയ്ക്കുക. ഇത് കുഞ്ഞിൻ്റെ കൂട്ടുകാരാണ് കേട്ടോ. എൻ്റെ മക്കൾ തന്നെയാണ്. കുഞ്ഞിൻ്റെ കൂട്ടുകാരൊന്നുമല്ല. എത്ര കൊല്ലമായി നിങ്ങൾ ഇവിടെ വരാൻ തുടങ്ങിയിട്ട്? വീട്ടിലേ സ്പെഷ്യൽ ചമ്മന്തി കേട്ടോ. ഇതിലെന്താ കണ്ടന്റ് എന്ന് പറയാൻ പറ്റുമോ? പരിപ്പുണ്ട്, ഉഴുന്നൊന്നുമില്ല. പരിപ്പ് അത് ഞാൻ മിക്സിയിൽ അരച്ചു. നേരെ അരച്ചു വെച്ചാൽ പരിപ്പ് തേങ്ങ. കടലമാവില്ല. മെയിൻ കണ്ടന്റ് ഇതേവരെ വന്നിട്ടില്ല. ചെറുപയറൊന്നുമില്ല. ചീരണ്ട്. അല്ല, പിന്നെയുണ്ട്. എന്തായാലും അതൊന്നും ഇവരിപ്പോ പറയാൻ പോണില്ല. ഇതില് 10 ഇലകളുണ്ട്. 10 ഇല? പേടിക്കുന്ന ധൈര്യമായിട്ട് കഴിച്ചോ. ഞാൻ കഴിച്ചിട്ട് അരമണിക്കൂറായി. കർക്കടകം സ്പെഷ്യലാണ്. കർക്കടകല്ലേ? 10 ഇല ഉണ്ടേ ചമ്മന്തി. സുബ് കൂട്ടണം കേട്ടോ. അപ്പോൾ 10 ഇല കൊണ്ട് ഇങ്ങനെ ചമ്മന്തി അരയ്ക്കുക എല്ലാവരും. വളരെ നല്ലതാണ്. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.